നമസ്കാരം. നോക്കൂ, നമ്മുടെ രണ്ട് കൈകളുണ്ട്. രണ്ട് കൈകൾക്കും ഒരുപോലെ തന്നെ പ്രാമുഖ്യം നൽകണം. 10 വിരലുകളുണ്ട് കൈ. ആ 10 വിരലുകൾക്കും ഓരോ ഫങ്ഷനുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് അവയ്ക്ക് ഒന്നിന് പ്രാമുഖ്യം നൽകുകയും വേറൊന്ന് ചെറുതാണെന്ന് കരുതുകയും ചെയ്യരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നിങ്ങൾക്ക് ചിലപ്പോൾ 5 മക്കളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെറും 2 മക്കളുണ്ടായിരിക്കാം. എത്രയായാലും അവർ തമ്മിൽ ഒരു വ്യത്യാസം നിങ്ങൾ കാണരുത്. ഒരാൾ ചിലപ്പോൾ പഠിത്തത്തിൽ മിടുക്കനായിരിക്കാം, പക്ഷേ വേറെ കലയിലൊന്നും അവന് വലിയ ശക്തിയൊന്നും കാണില്ല. ചിലപ്പോൾ അവൻ ഇൻട്രോവേർട്ടായിരിക്കാം. വേറൊരാൾ കുഴപ്പനായിരിക്കാം, പക്ഷേ അവൻ വേറെന്തെങ്കിലും അവൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടി പഠിത്തത്തിലോ അല്ലെങ്കിൽ മറ്റ് പെരുമാറ്റങ്ങളിലോ വളരെ ആക്റ്റീവല്ല എന്ന് കണ്ട് അവനെ ഒരിക്കലും ചെറുതാക്കിയുള്ള സംസാരം പാടില്ല. അവനെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം. നിനക്കിത് കഴിയും. അവനിലുള്ള കഴിവ് കണ്ടെത്തി അത് ഉണർത്തുകയും അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടെ ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടും. അസൂയ, എൻവി സഹോദരർ തമ്മിലുണ്ടാകാറുണ്ട്. ഒരു പാരൻസ് ഏതെങ്കിലും ഒരു കുട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുകയാണെങ്കിൽ മറ്റേ കുട്ടിക്ക് അത് ജലസി ഉണ്ടാകാറുണ്ട്. അത് അസൂയ. അതായത് കൂടുതലും മൂത്ത കുട്ടിക്കാണ് ഇതുണ്ടാകാറുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പല കേസുകളും എപ്പോഴും ഉണ്ടാകാറുണ്ട്. അച്ഛനമ്മമാരുടെ ശ്രദ്ധ കിട്ടുന്നില്ല, ഒരാളെ മാത്രം ശ്രദ്ധിക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള പല കാരണങ്ങളുമുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ രണ്ടും നമ്മുടെ 2 കൈകളാണ്. ഒരുപോലെ തന്നെ സ്നേഹിക്കുക, ഒരുപോലെ തന്നെ പരിഗണിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ പുകഴ്ത്തി പറയാനും പോണ്ട, ഇകഴ്ത്തി പറയാനും പോണ്ട. മനസ്സിലായോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ കുട്ടികളുടെ മനോവീര്യം വർദ്ധിക്കുകയും അവർ നല്ല പൗരന്മാരായി തീരുകയും ചെയ്യും.